പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അള്ളാഹുവിന്റെ മഹത്തായ തൗഫീഖ് കൊണ്ട് നമ്മുടെ ഇഹ്യാ ദർസ് അതിന്റെ വേദിയിലാണ് നമ്മളെല്ലാം ഒരുമിച്ച് കൂടിയത്. അല്ലാഹു ജല്ല ജലാലുഹു ഈ സദസ്സ് ഖബൂൽ ചെയ്യട്ടെ. നമുക്കെല്ലാവർക്കും നമ്മളോട് ദുആ കൊണ്ട് ഏൽപ്പിച്ചവർക്കും നമ്മൾ ദുആ ചെയ്യാൻ കടപ്പെട്ടവർക്കും ആരോഗ്യവും ആഫിയത്തും പരിപൂർണമായ ഈമാനും ഇസ്തിഖാമത്തും നൽകുമാറാവട്ടെ. മഹാനായ ഇമാം ഗസാലി റളിയല്ലാഹു തആല അൻഹു ഇഹ്യായുടെ പാർട്ടുകളിൽ ഭക്ഷണ കാര്യത്തിന്റെ മര്യാദകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഭാഗമാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുടിക്കുന്നതിന്റെ മര്യാദകൾ മഹാനവറുകൾ വിവരിക്കുകയാണ്. ഇതൊന്നും ഇമാം ഗസാലി റളിയല്ലാഹു അൻഹുവിന്റെ സ്വന്തം വകയുള്ളതല്ല. അതെല്ലാം ഹദീസുകളിൽ നിന്ന്, ആസാറുകളിൽ നിന്ന് മഹാനവറുകൾ കടഞ്ഞെടുത്ത് പറയുകയാണ്. വെള്ളം കുടിക്കുക, അത് പച്ചവെള്ളമായാലും ശരി അല്ലാത്ത വെള്ളമായാലും ശരി, കുടിക്കാൻ അനുവദനീയമായ പാനീയങ്ങൾ കുടിക്കുമ്പോൾ അതിന്റെ അദബുഹു അൻ യഖുദൽ കൂസ ബിയമീനിഹി, ആ വെള്ളപാത്രം ഗ്ലാസോ മറ്റ് ഏതെങ്കിലും കുടിക്കാൻ ഉപയോഗിക്കുന്ന പാത്രം അത് വലത് കൈ കൊണ്ട് പിടിക്കുക എന്നത് അതിന്റെ മര്യാദയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് ഹദീസിൽ വ്യക്തമായി പഠിപ്പിച്ചിട്ടുള്ളതാണ്. അതിന്റെ വിപരീതം ചെയ്യുന്നത് അത് പൈശാചിക പ്രവണതയാണ്. ശൈത്വാനാണ് ഇടത് കൈ കൊണ്ട് തിന്നുകയും കുടിക്കുകയും ചെയ്യുക. ഒരു മുഅ്മിൻ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. വയഖൂല ബിസ്മില്ലാഹി, ബിസ്മില്ലാഹി എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ പേര് പറഞ്ഞുകൊണ്ട് കുടിക്കണം. വയശ്റബുഹു മസ്സൻ ലാ അബ്ബൻ, കുടിക്കുമ്പോൾ മറ്റ് പല ജീവികളും കുടിക്കുന്നത് പോലെ വെള്ളത്തിൽ ഇങ്ങനെ ചുണ്ട് വെച്ചുകൊണ്ട് കുടിക്കാൻ പാടില്ല. മറിച്ച് മസ്സൻ, ആ പാത്രത്തിലേക്ക് ചുണ്ട് വെച്ച് മെല്ലെ വലിച്ചു കുടിക്കുകയാണ് വേണ്ടത്. ഒരു പരീക്ഷണാർത്ഥം പോലും നമ്മുടെ പശുവും ആടും ഒക്കെ കുടിക്കുന്നുണ്ടല്ലോ, അതുപോലെ കോഴിയൊക്കെ കുത്തി കുടിക്കുന്നത് പോലെ അതിന് അബ്ബ് എന്നാണ് പറയാ. ആ രീതിയിൽ ഒരിക്കലും കുടിക്കാൻ പാടില്ല. മറിച്ച് ഇപ്പൊ നമ്മൾ സാധാരണ കുടിക്കുന്ന ആ രീതി തന്നെ, അത് വലത് കൈ കൊണ്ട് വലത് കൈയിൽ പാത്രം പിടിച്ചുകൊണ്ട് ആകണം എന്നത് നമ്മുടെ ജീവിതത്തിലുള്ള എപ്പോഴും നമ്മൾ പാലിക്കുന്ന ഒരു പതിവായി നമ്മൾ നിലനിർത്തേണ്ടതാണ്. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഇന്ന ശൈത്വാന ഐസ മിൻ അൻ യഅബുദഹുൽ മുസല്ലൂൻ, നിസ്കരിക്കുന്ന ആളുകൾ, മുഅ്മിനീങ്ങൾ, അവർ ശൈത്വാനിനെ ആരാധിക്കുന്നതിൽ നിന്ന് അവൻ നിരാശപ്പെട്ടിരിക്കുന്നു. അതെന്തായിരുന്നാലും നടക്കൂല, അവനെ ആരാധിക്കാൻ അവരെ കിട്ടൂല. പിന്നെ അവന്റെ ഒരു പങ്ക് അവർക്കിടയിൽ എങ്ങനെയാണ് നടത്തുന്നത്? ആ ഹദീസിൽ പറഞ്ഞത് മിസ്കാത്തിലുള്ള ഹദീസാണ്, സ്വഹീഹായ ഹദീസാണ്. വലാകിൻ തഹരീശു ബൈനഹും, അവർക്കിടയിൽ കുഴപ്പങ്ങളും പ്രശ്നങ്ങളും സൃഷ്ടിച്ചുകൊണ്ടാണ്
അവൻ അവന്റെ കാര്യം നേടി സായുജ്യമടയുന്നത്. മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ശൈത്വാൻ അവനെ ആരാധിക്കുന്നതിൽ നിന്ന് അവൻ നിരാശപ്പെട്ടിരിക്കുന്നു. അതെന്തായിരുന്നാലും നടക്കൂല. പിന്നെ അവനിക്ക് ഒരു വിഷയമുണ്ട്. عن عمرو بن الأحوص رضي الله عنه أنه سمع النبي صلى الله عليه وسلم يقول في حجة الوداع عند خطبة النبي صلى الله عليه وسلم പറഞ്ഞു, ألا وإن الشيطان قد أيس من أن يعبد في بلادكم هذه أبدا. നിങ്ങളുടെ ഈ നാടുകളിൽ ശൈത്താൻ അവനെ ആളുകൾ ആരാധിക്കുന്നതിൽ നിന്ന് അവൻ നിരാശ കൊണ്ടിരിക്കുന്നു. അത് അവന് ഒരിക്കലും ലഭിക്കുന്നതല്ല. വലാകിൻ സതകൂനു ലഹു ത്വാഅത്തുൻ ഫീമാ തഹ്തഖിറൂന മിൻ അഅമാലികും. പക്ഷേ അവന് നിങ്ങൾ പലപ്പോഴും നിസ്സാരമായി കാണുന്ന പല പ്രവർത്തനങ്ങളിലും അവന് വഴിപാട് ഉണ്ടാകും. അത് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് അവന് കിട്ടുന്ന ഒരു ആനുകൂല്യമാണ്. ഫസയർളാ ബിഹി, ശൈത്താൻ അതുകൊണ്ട് തൃപ്തിയടയും. അവന് അത് മതി. നമ്മൾ ആരും ശൈത്താൻ ആരാധിക്കുന്നില്ല. ശൈത്താനെ നമ്മൾ ഒരിക്കലും ഇലാഹായിട്ടോ അല്ലെങ്കിൽ പങ്കുകാരനായിട്ടോ ഒന്നും വിശ്വസിക്കുന്നൊന്നുമില്ല. എന്നാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഈ ഒരു ത്വാഅത്ത് നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളിൽ പലപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ശൈത്വാന് അത് വളരെ സംതൃപ്തിയുള്ള കാര്യമാണ്. കാരണം അല്ലാഹു ജല്ല ജലാലുഹു നമുക്ക് എല്ലാ അനുഗ്രഹങ്ങളും ചെയ്തു തന്നു. അവനെ ഭയപ്പെടാൻ പറഞ്ഞു, ശൈത്താൻ അനുസരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അവൻ നിങ്ങളുടെ ബദ്ധവൈരിയാണെന്ന് അവൻ ഖുർആനിൽ പല സ്ഥലങ്ങളിലും നമ്മളോട് പറഞ്ഞു. എന്നിട്ടും അള്ളാഹുവിനെ വിട്ട് എനിക്ക് അവർ ത്വാഅത്ത് തരുന്നുണ്ടല്ലോ എന്ന നിലക്കുള്ള ഒരു സന്തോഷവും ഒരു തൃപ്തിയും ശൈത്താനിന് അതുകൊണ്ട് ഉണ്ടായിത്തീരും എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അതുകൊണ്ട് ഇത്തരം പ്രവർത്തനങ്ങളിലുള്ള നമ്മുടെ ശൈത്താൻ ഇഷ്ടപ്പെടുന്ന ഒരു രീതി ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഞാനും നിങ്ങളും ശ്രദ്ധിക്കണമെന്ന് പ്രത്യേകിച്ച് പറയാം. അപ്പം ബിസ്മി ചൊല്ലിക്കൊണ്ട് കുടിക്കണം. ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, മുസ്ൽ മാഅ മസ്സൻ വലാ തഉബുഹു അബ്ബൻ ഫഇന്നൽ ഇബാദ മിനൽ അബ്ബി. പാത്രത്തിലെ ആ വെള്ളത്തിലേക്ക് ചുണ്ട് വെച്ചുകൊണ്ട് വലിച്ചു കുടിക്കുന്ന കാരണത്താൽ കിബാദ് അഥവാ കരളിന് രോഗം ബാധിക്കാൻ സാധ്യതയുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാം. അതുപോലെ വലാ യസ്റബു ഖായിമൻ, നിന്ന് കുടിക്കാൻ പാടില്ല. വലാ മുഖ്തജിഅൻ, കിടന്നു കുടിക്കാനും പാടില്ല. ഉദറൊന്നും ഇല്ലെങ്കിൽ നിന്ന് കുടിക്കാൻ പാടില്ല, ഇരുന്നിട്ട് തന്നെ കുടിക്കണം. അത് സംസം വെള്ളം ആയാലും ശരി. ചിലർക്ക് അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ട്, പല വിഷയങ്ങളിലുണ്ട് തെറ്റിദ്ധാരണകൾ. സംസം വെള്ളം കുടിക്കുമ്പോൾ നിന്നിട്ടാ കുടിക്കേണ്ടത്, അങ്ങനെയില്ല. സംസം വെള്ളമായിരുന്നാലും ഇരുന്നിട്ട് തന്നെയാണ് കുടിക്കേണ്ടത്. പിന്നെ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചില സന്ദർഭങ്ങളിൽ നിന്നിട്ട് കുടിച്ചിട്ടുണ്ട്. ഒരു പക്ഷേ സംസം വെള്ളം കുടിക്കുന്ന സമയത്തും കാരണവശാൽ എപ്പോഴെങ്കിലും നിന്നിട്ടുണ്ടാകാം. അതൊന്നും പതിവായി വെള്ളം കുടിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ സംസം വെള്ളം കുടിക്കുന്ന സമയത്ത് നിൽക്കുകയാണ് വേണ്ടത്, അതാണ് സുന്നത്ത് എന്ന് അറിയിക്കുകയില്ല എന്ന് പണ്ഡിതന്മാർ പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെയാണോ തങ്ങൾ ചെയ്തത് അതെല്ലാം നോക്കിയിട്ട് ചെയ്യുക എന്ന് പറയുന്നതല്ല ഇസ്ലാമിന്റെ പ്രമാണം എന്ന് ഞാൻ നേരത്തെ ഉള്ള ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട്. ഇതൊന്നും പെട്ടെന്ന് തെറ്റിദ്ധരിക്കരുത് കേട്ടോ. റസൂലുള്ളാഹിന്റെ പ്രവൃത്തി തെളിവില്ല എന്നല്ല പറഞ്ഞിട്ടുണ്ട്.
കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രവർത്തനങ്ങളിൽ ചിലത് ജായിസാണെന്ന് പഠിപ്പിക്കാൻ വേണ്ടി ബയാനുൽ ജവാദിന് വേണ്ടി ഉണ്ടാകും. അത് ഞാൻ ഉദാഹരണ സഹിതം പറഞ്ഞിരുന്നു. നമുക്ക് സാധാരണ ഉളു എടുക്കുമ്പോ അഫ്ളലും സുന്നത്തും എന്താണ്? എല്ലാ അവയവങ്ങളും 3 പ്രാവശ്യം കഴുകിയിട്ട് ഉളു എടുക്കലാണ് സുന്നത്ത്. കിതാബുകളെല്ലാം പറയുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഏകദേശം ഉളൂഉം അങ്ങനെയാണ് ഉണ്ടായത്. പക്ഷേ ചില സന്ദർഭങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒറ്റ പ്രാവശ്യം മാത്രം കഴുകിയിട്ടും മറ്റു ചിലപ്പോൾ 2 പ്രാവശ്യം കഴുകിയിട്ടും വുളൂ ചെയ്തിട്ടുണ്ട്. അങ്ങനെയും പറ്റും, അതും ജായിസാണ്. 3 പ്രാവശ്യം തന്നെ കഴുകിയിട്ടില്ലെങ്കിൽ വുളൂ സഹീഹാകാതെ പോകുന്നില്ല എന്ന യാഥാർത്ഥ്യം പഠിപ്പിക്കുക എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രബോധനത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ തങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ ഒറ്റ പ്രാവശ്യം കഴുകി വുളൂ എടുത്തത്, അതുപോലെ 2 തവണ കഴുകി വുളൂ എടുത്തത്, അതാണ് ആ സന്ദർഭത്തിൽ നബി തങ്ങളെ സംബന്ധിച്ചിടത്തോളം ശ്രേഷ്ഠമായത്. ഇതൊക്കെ വസ്തുതകളാണ്. ശരിക്കും നമ്മൾ ഓരോന്നും വേർതിരിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് എപ്പോഴെങ്കിലും നിന്ന് കുടിച്ചിട്ടുണ്ടെങ്കിൽ അത് ചില ഉദുറുകൾ ഉള്ളത് കൊണ്ടാണ്. എത്രത്തോളം ഈ നിന്ന് കുടിക്കുന്നതിന്റെ ആ മോശത്തെ സംബന്ധിച്ച് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. ഫത്ഹുൽ മീൻ അടക്കമുള്ള എല്ലാ കിതാബുകളിലും പറഞ്ഞു, പള്ളിയിൽ കയറി വന്നാൽ 2 റക്അത്ത് നിസ്കാരം തഹിയ്യത്ത് നിസ്കരിക്കൽ സുന്നത്താണ്. നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ ചിലപ്പോൾ നമ്മൾ ചെയ്യാറില്ല, മറന്നു പോകുന്നേ ഉള്ളൂ. പള്ളിയിൽ കയറി വന്നാൽ ഇദാ ദഖല അഹദുകുമുൽ മസ്ജിദ ഫലാ യജ്ലിസന്ന ഹത്താ യുസല്ലി റക്അതൈൻ. നിങ്ങൾ ഒരാൾ പള്ളിയിലേക്ക് കടന്നു വന്നാൽ 2 റക്അത്ത് നിസ്കരിക്കാതെ ഇരിക്കരുത്. തഹിയ്യത്ത് കരസ്ഥമാകണമെങ്കിൽ 2 റക്അത്ത് തന്നെ വേണം, 1 റക്അത്ത് പോരാ. സുന്നത്ത് നിസ്കാരം ഏറ്റവും കുറഞ്ഞത് നമ്മൾ മുത്തലഖായ നിരുപാധികം ഉള്ള സുന്നത്ത് 1 റക്അത്ത് നിസ്കരിക്കാനും വകുപ്പുണ്ട്. അതേ സമയത്ത് തഹിയ്യത്ത് എന്ന ആ കർമ്മം നിർവഹിക്കപ്പെട്ടവനാകണമെങ്കിൽ ഏറ്റവും കുറഞ്ഞത് 2 റക്അത്ത് വേണം. അതുപോലെ ജനാസ നിസ്കാരവും പോരാ, 2 റക്അത്ത് തന്നെ വേണം. പറഞ്ഞതുകൊണ്ട് കൂട്ടത്തില് മസല പറയാണ്. ഒരാള് പള്ളിയിലേക്ക് കടന്നു വന്നപ്പോ വരുമ്പോ ഇഖാമത്ത് കൊടുക്കാനായിട്ടുണ്ട്. അന്നേരം എന്ത് ചെയ്യാ? നിസ്കരിക്കാൻ കൈകെട്ടാൻ പാടില്ല. ഒന്ന് നമ്മള് ഡിജിറ്റൽ ക്ലോക്കറിലൊക്കെ നോക്കിയിട്ട് ഇഖാമത്തിന്റെ ടൈം എപ്പോഴാണെന്ന് നോക്കുക. 1/2 മിനിറ്റേ ബാക്കിയുള്ളൂ. അന്നേരം പിന്നെ നമ്മളെ വകയിൽ ഒരു നിസ്കാരം നടത്താൻ പാടില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അവിടെ തന്നെ നിൽക്കണം, ഇരിക്കരുത്. എന്നിട്ട് ഫർദ് നിസ്കാരത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. അങ്ങനെ ഫർദ് നിസ്കാരത്തിലേക്ക് കടന്നാൽ തന്നെ പള്ളിയിൽ കയറിയാലുള്ള തഹിയ്യത്ത് നിസ്കാരം നിർവഹിക്കുക എന്ന സുന്നത്ത് നിർവഹിച്ച ആളായി അദ്ദേഹത്തെ പരിഗണിക്കും. പള്ളിയിൽ വന്നിട്ട് തഹിയ്യത്ത് നിസ്കരിച്ചില്ല എന്നുള്ള ഒരു ആക്ഷേപം ഉണ്ടാവില്ല. പിന്നെ ആ ഫർദ് നിസ്കരിക്കുമ്പോൾ തഹിയ്യത്തും കൂടി കരുതിയാൽ അതിന്റെ കൂലിയും ലഭിക്കുന്നതാണ്. ചുരുക്കി പറഞ്ഞാൽ തഹിയ്യത്ത് നിസ്കാരം എന്ന പേരിൽ അതേ അഡ്രസ്സിൽ സെപ്പറേറ്റ് ഒരു നിസ്കാരം തന്നെ ആവശ്യമില്ല. പള്ളിയിൽ കയറി വന്നാൽ ഏറ്റവും കുറഞ്ഞത് 2 റക്അത്തുള്ള നിസ്കാരം, അത് നേരത്തെ ഖളാ ആയ നിസ്കാരം ഖളാ കിട്ടുന്നതാണെങ്കിലും ശരി, അല്ല ദുഹാ നിസ്കാരം സുന്നത്തായ ദുഹാ നിസ്കാരം നിസ്കരിക്കുകയാണെങ്കിലും ശരി, അങ്ങനെയുള്ള ഏത് നിസ്കാരമായാലും 2 റക്അത്ത് ഉണ്ടായിരിക്കണം. ആ നിസ്കാരം കൊണ്ട് തഹിയ്യത്ത് വീടി പോകുന്നതാണ്. ഇതിപ്പോ ഞാൻ സാന്ദർഭികമായി പറഞ്ഞു, എന്റെ ഉദ്ദേശം അതല്ല. അവ പള്ളിയിൽ കയറിയാൽ ഇരിക്കുന്നതിന്റെ മുമ്പ് തഹിയ്യത്ത് നിസ്കരിക്കണം എന്നാണല്ലോ. ഒരാള് മനഃപൂർവം അറിയുന്നതോടുകൂടെ, അതായത് ഇരുന്നാൽ എന്താവും, തഹിയ്യത്തിന്റെ ആ ചാൻസ് നഷ്ടപ്പെട്ടു പോകും എന്ന് അറിവും ഉണ്ട്, മറന്നുപോയിട്ടും ഇല്ല. അങ്ങനെ മനഃപൂർവം ഒരാള് പള്ളിയിൽ കയറി ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ തഹിയ്യത്തിന്റെ ചാൻസ് നഷ്ടപ്പെട്ടു. അവിടെ ഫുഖഹാക്കൾ മസ്അല പറയുന്നുണ്ട്. ഒരാൾക്ക് പള്ളിയിൽ കയറി വന്നപ്പോ വല്ലാതെ ദാഹിക്കുന്നുണ്ട്, അടുത്ത് തന്നെ കുടിക്കാനുള്ള ഡ്രിങ്കിങ് വാട്ടർ ഉണ്ട്, അതിന്റെ സൗകര്യമുണ്ട്. അപ്പൊ ഒരു ഗ്ലാസ് വെള്ളം അതിൽ നിന്ന് എടുത്തിട്ട് എന്ത് ചെയ്യാണ്? കുടിക്കാണ്.
എന്നാൽ ആ വെള്ളം കുടിക്കാൻ വേണ്ടി അവൻ അതിന്റെ ആവശ്യത്തിന് വേണ്ടി മാത്രം ഇരുന്നത് കൊണ്ട് തഹിയ്യത്തിന്റെ ചാൻസ് നഷ്ടപ്പെടുന്നില്ല. അവിടെയും അവൻ പള്ളിയിൽ കയറിയിട്ട് തഹിയ്യത്ത് നിസ്കരിക്കുന്നതിന് മുമ്പ് പോലും കുടിക്കുകയാണെങ്കിൽ കുടിക്കാൻ വേണ്ടി ഇരുന്നു കൊണ്ട് കുടിക്കണം എന്നാണ് കിതാബുകളിലെല്ലാം പറയുന്നത്. അതുകൊണ്ട് നിന്ന് കുടിക്കരുത്, അതുകൊണ്ട് വലിയ ബല ഉണ്ടാകുമെന്നൊക്കെ മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. വലാ യശ്റബു ഖായിമൻ വലാ മുൽതജിഅൻ ഫഇന്നഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നഹാ അനിൽ ശുർബി ഖായിമൻ. നിന്ന് കുടിക്കുന്നതിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചിട്ടുണ്ട്. വറുവിയ അന്നഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശരിബ ഖായിമൻ വലഅല്ലഹു കാന ലിഉദ്രിൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിന്നുകൊണ്ട് കുടിച്ചു എന്നൊരു റിപ്പോർട്ടുണ്ട്. അതൊരു പക്ഷേ വല്ല ഉദുറും ഉള്ളത് കൊണ്ടായിരിക്കാം. അതുപോലെ വയുറാഇ അസ്ഫലൽ ഖൂസി ഹത്താ ലാ യഖ്തുറ അലൈഹി. അവൻ വെള്ളം എടുത്ത് കുടിക്കാൻ നോക്കുമ്പോ എല്ലാ കിതാബും പറയുന്നുണ്ട് ഈ ഗ്ലാസിന്റെ അടിഭാഗത്ത് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയിട്ട് ഒന്ന് കവറാക്കണം. അല്ലെങ്കിൽ എന്ത് വെച്ചാല് നമ്മുടെ വസ്ത്രത്തില് വെള്ളം ഇട്ടും ചിലപ്പോൾ ആ വെള്ളം എന്തെങ്കിലും കച്ചറുള്ളതാകാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കണം. പിന്നെ വെള്ളം കുടിക്കുന്ന പാത്രം എങ്ങനെയുള്ളതാകണമെന്ന് ഇവിടെ ഇപ്പം പറഞ്ഞിട്ടില്ലെങ്കിലും ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹുവിൻ്റെതായി അറിയപ്പെട്ട കിതാബുർ റഹ്മ ഫി തിബ്ബി വൽ ഹിക്മ എന്നൊരു ഗ്രന്ഥമുണ്ട്. അഥവാ ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹുവിന്റെ കിതാബാണ്. അതിൽ പറയുന്നത് എന്താണ്? വൈദ്യശാസ്ത്രപരമായ നമ്മുടെ ആരോഗ്യത്തിന് ഗുണകരമായ അനാരോഗ്യത്തിന് ഹേതുവാകുന്ന കാര്യങ്ങളെ നിരുത്സാഹപ്പെടുത്തുകയും ആരോഗ്യപരമായി നമുക്ക് പുരോഗതി ഉണ്ടാകുന്ന കാര്യങ്ങളെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന ഒരുപാട് വിഷയങ്ങൾ പറയുന്ന കിതാബാണ്. അതിൽ പറയുന്നുണ്ട് വെള്ളം കുടിക്കുന്ന പാത്രം പുറത്തുനിന്ന് വെള്ളം കാണുന്ന പാത്രം ആയിരിക്കണം. അതാണ് ഏറ്റവും നല്ലത്. നമ്മൾ സാധാരണ കുടിക്കുന്ന ഗ്ലാസ് തന്നെ, അല്ലാതെ വെള്ളം നമ്മൾ പുറത്തുനിന്ന് കാണുന്നില്ല അങ്ങനെയുള്ള പാത്രത്തിൽ നിന്ന് കുടിക്കുന്നത് ഗുണകരമല്ല. ഒരു പക്ഷേ നമ്മൾ അറിയാത്ത കാണാത്ത എന്തെങ്കിലും വസ്തുക്കളൊക്കെ അതിൽ ഉണ്ടായെങ്കിലോ. അതിപ്പോ നമ്മൾ വാങ്ങി കുടിക്കുന്ന ശരിക്ക് ഭദ്രമാക്കി സീൽ ചെയ്ത ബോട്ടിലുകളായാൽ പോലും എന്തെങ്കിലും ഉണ്ടായിക്കൂടാ എന്നൊന്നുമില്ല. അല്ലാഹു തആല കാക്കട്ടെ. നല്ല ശ്രദ്ധ വേണം എല്ലാ സ്ഥലത്തും. കൂട്ടത്തിൽ ഞാൻ പറയാ, ഹെൽമെറ്റ് ഉപയോഗിക്കുന്ന ആളുകള് നമ്മളെ രാത്രി സമയത്ത് ഹെൽമെറ്റ് എവിടെയും വെച്ച് രാവിലെ തിരക്കിട്ട് എവിടെയെങ്കിലും പോകുമ്പോൾ വേഗം പോയിട്ട് ഹെൽമെറ്റ് അങ്ങനെ തന്നെ പെട്ടെന്ന് എടുത്ത് ഇടാൻ പാടില്ല. കാരണം ചെറിയൊരു വളരപ്പാനില്ല, ചെറിയ വളരപ്പാൻ, അത് അത്രയേ വേണ്ടും. മൂപ്പർക്ക് സ്ഥലവും അത്രയേ വേണ്ടു. ചുരുണ്ട് ഉള്ളിൽ കിടന്നാല് 3-4 ശരിക്കും കിടക്കാൻ കഴിയുമല്ലോ. 3 അപ്പൊ അതെപ്പോഴെങ്കിലും അത്യപൂർവ്വം ഉണ്ടാവുള്ളൂ. നമ്മള് പത്രങ്ങളിലും വാർത്താ മാധ്യമങ്ങളിലൂടെ ഒക്കെ അറിയാറുണ്ട്. ഇങ്ങനെ മോട്ടോർ സൈക്കിൾ പോയിക്കൊണ്ടിരിക്കുമ്പോ ഇങ്ങനെ തലയെടുത്ത് നിന്നൊക്കെ. അപ്പൊ അതുകൊണ്ട് അതൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. എപ്പോഴും ഖുദൂ ഹിദ്റക്കും എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞ ആ ശ്രദ്ധ എപ്പോഴും നമുക്ക് എല്ലാ രംഗത്തും വേണം. അത് പരിശുദ്ധ ഖുർആന്റെ നമ്മുടെ കൽപ്പനയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശമാണ്. അതുകൊണ്ട് വെള്ളം പുറത്തു നിന്ന് നമ്മൾ വെള്ളം കാണുന്ന പാത്രത്തിലായിരിക്കുകയാണ് നല്ലത് എന്ന് ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു ആ കിതാബിൽ പറഞ്ഞിട്ടുണ്ട്. കുടിക്കുന്നതിന് മുമ്പ് ഒന്ന് ആ പാത്രത്തിൽ കോപ്പയോ ഗ്ലാസോ ഏതാണ്ട് അതിൽ നോക്കിയേക്കണം. എന്തെങ്കിലും പറ്റാത്ത വല്ലതും ഉണ്ടോന്ന് നോക്കാൻ അറിയാൻ വേണ്ടി. വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ പാത്രത്തിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, എന്താ പറയാ, ഏമ്പൊക്കെ ഇടാൻ പാടില്ല. അതുപോലെ ആ പാത്രത്തിൽ നമ്മൾ ശ്വാസം അഴിച്ചു വിടാൻ പാടില്ല. അവൻ വെള്ളത്തെ എന്ത് ചെയ്യണം,
വെള്ളപാത്രത്തെ അവന്റെ വായത്തൊട്ട് മാറ്റണം. ആദ്യം കുടിക്കുക ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, പിന്നെ മാറ്റി അൽഹംദുലില്ലാഹ്, എന്നിട്ട് വയറുദ്ദുഹു ബിത്തസ്മിയ, ബിസ്മി ചൊല്ലിക്കൊണ്ട് വീണ്ടും മടക്കുക, എന്നിട്ട് അവിടുന്ന് മാറ്റുക അൽഹംദുലില്ലാഹ് എന്ന് പറയാ. ഇങ്ങനെ വെള്ളം കുടിക്കുമ്പോൾ 3 തവണ 3 നഫസ് കൊണ്ട് കുടിക്കലാണ് സുന്നത്തെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഫഖദ് ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം ബഅദ അശ്ശുർബി, വെള്ളം കുടിച്ചതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലാറുണ്ട്, അൽഹംദുലില്ലാഹില്ലദീ ജഅലഹു അദ്ബൻ ഫുറാതൻ ബിറഹ്മതിഹി വലം യജ്അൽഹു മിൽഹൻ മുജാദൻ ബിദുനൂബിനാ. അല്ലാഹുവിനാണ് സർവസ്തുതിയും. എങ്ങനെയുള്ള അല്ലാഹ്? ജഅലഹു അദ്ബൻ ഫുറാതൻ, ഈ വെള്ളം കുടിക്കാൻ യോഗ്യമായ നിലക്ക് നല്ല പ്യൂറായ തെളിഞ്ഞ ക്ലിയറായ വെള്ളമാക്കി തന്നു, അരുചിയില്ലാത്ത വെള്ളമാക്കി തന്നു അവന്റെ കാരുണ്യം കൊണ്ട്. വലം യജ്അൽഹു മിൽഹൻ ഉജാദൻ ബിദുനൂബിനാ, നമ്മുടെ തെറ്റുകുറ്റങ്ങൾ കാരണമായി ആ വെള്ളത്തെ അവൻ ഉപ്പുരസമുള്ളതാക്കിയില്ല. ലൗ നശാഉ ജഅൽനാഹു ഉജാദൻ ഫലൗലാ തശ്കുറൂൻ. അല്ലാഹു തആല ചോദിക്കുന്നുണ്ട് സൂറത്തുൽ വാഖിഅയിൽ. നമ്മളെല്ലാവരും സൂറത്തുൽ വാഖിഅ ഓതാറുണ്ട്, എല്ലാവരും ഓതുന്നുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എല്ലാ രാത്രിയിലും മഗ്രിബിന്റെ ശേഷം അല്ലെങ്കിൽ രാത്രിയിൽ ഏതെങ്കിലും സമയത്ത് സൂറത്തുൽ വാഖിഅ ഓതണം. അതോതി പതിവാക്കിയാൽ ജീവിതത്തിൽ നല്ല സമാധാനവും ഐശ്വര്യവും ഉണ്ടാകും. ലം തുസിബഹു ഫാഖത്തുൻ അബദാ. ആരെങ്കിലും സൂറത്തുൽ വാഖിഅ എല്ലാ രാത്രിയിലും ഓതിയാൽ അവന് ഒരു ദാരിദ്ര്യവും പിടിപെടുകയില്ലെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഇത് പലപ്പോഴും നമ്മൾ പറഞ്ഞതാണ്, പലരും പതിവാക്കുന്നതാണ്. ഒരൊറ്റ രാത്രിയും ഒഴിഞ്ഞു പോകാതെ കുറഞ്ഞ സമയമേ വേണ്ടൂ സൂറത്തുൽ വാഖിഅ ഓതണം. ആത്മാർത്ഥമായി സൂറത്തുൽ വാഖിഅ എല്ലാ ദിവസവും ഓതി പതിവാക്കിയാൽ ഒരു കാലത്തും അവന് ഫാഖത്തുണ്ടാവൂല, ദാരിദ്ര്യമുണ്ടാവൂല, ഇല്ലായ്മ അവനെ തീണ്ടുകയില്ല. അബദൻ എന്ന് പറയുമ്പോൾ നാളെ പരലോകത്തും അവന് ഒരു ഫാഖത്തും ഇല്ല. അതൊക്കെ വലിയ സംഗതിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഓഫറാണ്. അതിൽ യാതൊരു നിലക്കുള്ള എതിരും സംഭവിക്കുകയില്ല. പക്ഷേ ഓതുന്നത് നല്ല നിയത്തോടെ അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചതാണ്. അതിന്റെ ഫലങ്ങൾ തീർച്ചയായും ലഭിക്കും. അതൊരിക്കലും ഒരു വ്യാജമായ ഓഫറല്ല. ആ ഒരു വിശ്വാസത്തോടെ സൂറത്തുൽ വാഖിഅ ഓതിയാൽ ഇൻഷാ അല്ലാഹ് ഫഖറും ഫാഖത്തും നമുക്ക് ഉണ്ടാവുകയില്ല. അല്ലാഹു നമുക്കും നമ്മുടെ മക്കൾക്കും ഖിയാമം വരെ വരുന്ന സന്താന പരമ്പരകൾക്ക് എല്ലാവർക്കും നല്ല സമാധാനവും ഐശ്വര്യവും നൽകുമാറാവട്ടെ. ദാരിദ്ര്യത്തെ തൊട്ട് അല്ലാഹു തആല നമ്മളെ എല്ലാവരെയും കാത്തു രക്ഷിക്കട്ടെ. ആ സൂറത്തിൽ അല്ലാഹു തആല വെള്ളത്തെ കുറിച്ച് പറഞ്ഞിട്ട് അത് വലിയ അനുഗ്രഹമാണ്. അത് മേഘത്തിൽ നിന്ന് ഇറക്കുന്നത് നിങ്ങളാണോ നമ്മളാണോ എന്ന് ചോദിച്ചതിന്റെ ശേഷം ലൗ നശാഉ ജഅൽനാഹു ഉജാജാ, നമ്മൾ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഒറ്റ സെക്കൻഡ് കൊണ്ട് എല്ലാ കിണറ്റിലും കുളത്തിലും പുഴയിലും എല്ലാ സ്ഥലത്തുമുള്ള വെള്ളം ഒറ്റ സെക്കൻഡ് കൊണ്ട് ഉപ്പ് വെള്ളമാക്കാൻ അല്ലാഹുവിന് കഴിയും. എവിടുന്നായിപ്പോ ഉപ്പ് ഇറക്കിക്കൊണ്ടിരാ, എവിടുന്നായിത്ര ഉപ്പ് ലോഡ് കണക്കിന് കൊണ്ടുവരാന്ന് വിചാരിക്കണ്ട. ഒരു ഉപ്പ് ഓടുന്നു കൊണ്ടുവരാ ഒറ്റ സെക്കൻഡ് കൊണ്ട് എല്ലാ വെള്ളവും ഉപ്പാക്കി കളയാൻ അല്ലാഹുവിന് കഴിയും. ഉപ്പ് വെള്ളം അത് നല്ല വെള്ളമാക്കാനും അല്ലാഹുവിന് കഴിയും.
അത് അല്ലാഹു തആല ചിലപ്പോ അവന്റെ ഇഷ്ടപ്പെട്ട ഔലിയാക്കൾക്ക് അങ്ങനെ കൊടുക്കുകയും ചെയ്യും. അങ്ങനെ സംഭവം പറഞ്ഞിട്ടുണ്ട്. മഹാനായ ഗൗസുൽ ആലം മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങൾ, അതുപോലെ റിഫാഇ ശൈഖ് തങ്ങളും ഒരു കപ്പലിൽ യാത്ര ചെയ്തുകൊണ്ട് ഇരിക്കുമ്പോ വെള്ളം തീർന്നു പോയി, കുടിക്കാനുള്ള വെള്ളം. കടലിൽ ഒരുപാട് വെള്ളം ഉണ്ടെന്നിട്ട് കാര്യമില്ലല്ലോ. കപ്പലിലും അതുപോലെ ബോട്ടിലൊക്കെ ശുദ്ധമായ വെള്ളം, ഉപ്പുരസം ഇല്ലാത്ത വെള്ളം കുടിക്കാൻ വേണ്ടി ശേഖരിക്കണമല്ലോ. അത് തീർന്നു. ഖാജാ മുഹീദ്ദീനും താങ്കൾ മുരീദുമായി കപ്പലിൽ കേറിയിട്ട് ഓടിയാതെന്നോവർ തണ്ണീരോടുമ്പോൾ കുറിയാലോകരിൽ തണ്ണീർ കബീറോട് തെടുവീനെന്നോവർ. അപ്പോൾ അവരെല്ലാം തേടി കബീറോട് ഉപ്പ് നീർ തണ്ണീരാക്കി കൊടുത്തോവർ. ഓസുല്ലാമം തങ്ങളുണ്ട്, റിഫാഇ ശൈഖ് തങ്ങളുണ്ട്, അനുയായികളുണ്ട്. അങ്ങനെ കപ്പലിൽ ഓടിക്കൊണ്ടിരിക്കുമ്പോ വെള്ളം തീർന്നു, കുടിക്കാൻ വെള്ളമില്ല. ഇനിയിപ്പം എന്ത് ചെയ്യണം? കടലിന് വെള്ളമെടുത്ത് ഉപ്പുവെള്ളം കുടിക്കണം. ആ സമയത്ത് മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അങ്ങനെ ഉണ്ടാവല്ലോ, വലിയൊരു ചെറിയൊരു പിന്നെ രംഗത്ത് കൊണ്ടുവരികയും ചെയ്യും. നിങ്ങള് അഹ്മദുൽ കബീറിനോട് ചോദിച്ചോ വെള്ളം. അങ്ങനെ അവരെല്ലാം വെള്ളമില്ല, കുടിക്കാൻ പറ്റിയ നല്ല യോഗ്യമായ വെള്ളമില്ല, ഉപ്പ് വെള്ളേ ഉള്ളൂ, കടലിലെ വെള്ളേ ഉള്ളൂ. അതുകൊണ്ട് എന്താണ് വഴി? അതിന് പരിഹാരം വേണോ? അങ്ങനെ മഹാനായ അഹ്മദുൽ കബീർ റിഫാഇ റളിയല്ലാഹു അൻഹു കടലിൽ നിന്ന് വെള്ളം കോരിയിട്ട് അതെന്ത് ചെയ്തു? ആ ഉപ്പ് വെള്ളം മാറ്റി നല്ല വെള്ളം, കുടിക്കാൻ പറ്റുന്ന വെള്ളമാക്കി കൊടുത്തു. അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്താണ്. നല്ല മൂപ്പര് അള്ളയാകുന്നു, അതിന്റെ ഒന്നും ആവശ്യമൊന്നുമില്ല. എന്തെങ്കിലും ഒരു ചെറിയ അത്ഭുതം കാണുമ്പോഴേക്കൊന്നും അതിന്റെ പേരിലൊന്നും ആരും എന്താവൂല, ഇലാഹൊന്നും ആവൂല. അത്ഭുതങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കണം, അള്ളാഹുവിന്റെ അമ്പിയാക്കൾക്ക് മുഅ്ജിസത്തായിട്ടും ഔലിയാക്കൾക്ക് കറാമത്തായിട്ടും ധാരാളം അത്ഭുത സംഭവങ്ങൾ ലോകത്ത് നടന്നിട്ടുണ്ട്, ഇപ്പോഴും നടക്കുന്നുണ്ട്, ഇനിയും നടക്കുകയും ചെയ്യും കുറച്ചൊക്കെ. എന്നാൽ അത് മാത്രമല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ ശത്രുവായ ഈമാൻ ഇല്ലാത്ത കൊടിയ ഫാസിഖായ ആൾക്ക് വരെ ചിലപ്പോ എന്ത് ചെയ്യും, അവരുടെ കയ്യിലൂടെ ഒക്കെ ചിലപ്പോ എന്ത് ചെയ്യും, വലിയ അത്ഭുതങ്ങളൊക്കെ കാണും. അപ്പോഴൊന്നും ശരിയായ അഹ്ലുൽ ഹഖിന്, അഹ്ലുൽ സുന്നത്തി വൽ ജമാഅ, അഹ്ലുൽ ഹഖിന് അവിടെ ഒന്നും യാതൊരു നിലക്കുള്ള ഒരു പതറലും ഉണ്ടാവില്ല. കാരണം അതുകൊണ്ടൊന്നും ഉണ്ടാവില്ല, ഒരാളറിയാവൂല. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ദജ്ജാൽ എന്ന് പറഞ്ഞാല് അങ്ങേറ്റത്തെ മോശപ്പെട്ട സാധനല്ലേ. ആ ദജ്ജാൽ ഇവിടെ എന്തെല്ലാം അത്ഭുതങ്ങളാ കാണിക്കുക. ഭൂമിയോട് അവൻ അമ്പിത്തീ എന്ന് പറയും. അപ്പൊ ഭൂമി മുളപ്പിക്കും. പെട്ടെന്ന് ആകാശത്തേക്ക് കൊണ്ടിട്ട് അമ്പി എന്ന് പറയും, മഴ വർഷിക്കും. ഒരാളെ അയാള് വിളിച്ചിട്ട് കൊന്ന് അയാള് ജീവൻ പോയി എന്ന് ഉറപ്പ് വരുത്തിയതിന്റെ ശേഷം രണ്ടാമത് അയാള് എണീറ്റേക്കാൻ പറഞ്ഞിട്ട് ജീവിപ്പിക്കും. ഹദീസിലുള്ളതൊക്കെ സ്വഹീഹായ ഹദീസിലുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദജ്ജാൽ ഇതൊക്കെ കാണിക്കുന്നു. അത് മുഅ്ജിസത്തും കറാമത്തും അല്ല, പരീക്ഷണം. ഖദിർ അലൈഹിസ്സലാമാണ് അത് എന്നാ പറയുന്നത്. ഖദിർ അലൈഹിസ്സലാം പറയും, ഇപ്പൊ ഞാന് പിന്നെ ഇലാഹാണ് എന്ന് തിരിഞ്ഞില്ലേ എന്ന് ചോദിക്കുമ്പോൾ പറഞ്ഞു, ഇനിയിപ്പൊ ശരിയായ ദജ്ജാലെന്ന് നല്ലോണം ഉറച്ചു. കാരണം ഇതെല്ലാം എന്റെ നേതാവ് തരുന്നുണ്ട്, പറഞ്ഞിട്ടുണ്ട് ദജ്ജാൽ ഇങ്ങനത്തെ ഒക്കെ കാണിക്കുന്നു. അപ്പൊ ഞാൻ സാന്ദർഭികമായി പറഞ്ഞു എന്നേ ഉള്ളൂ. അത്ഭുതങ്ങൾ ഒരാൾ കാണിക്കുന്നതുകൊണ്ട് മാത്രമൊന്നും ഉണ്ടാവൂല, ഇലാഹൊന്നും ആയി പോല. അതിൽ പല അത്ഭുതങ്ങളുണ്ട്. എല്ലാ അത്ഭുതങ്ങളൊന്നും അത്ഭുതം കാണുമ്പോഴേക്കൊന്നും ഒരാള് വലിയ സാലിഹായ ആളാണ് എന്ന് വിലയിരുത്താനും പറ്റൂല. മുഅ്ജിസത്ത് കറാമത്ത് അല്ലാഹു തആലക്ക് ഭയപ്പെട്ട് ജീവിച്ച് ശരിയായ മുത്തഖിയും മുഅ്മിനുമായിട്ടുള്ള ആളുകളിൽ നിന്ന് അവരുടെ കയ്യിലൂടെ ഉണ്ടാകുന്ന ഖർഖുൽ ആദത്തായ സാധാരണക്ക് വിരുദ്ധമായ കാര്യങ്ങൾ അതിന് കറാമത്ത് എന്ന് പറയും, അമ്പിയാക്കൾ എന്നാകും മുഅ്ജിസത്ത് എന്ന് പറയും. പിന്നെ വേറെ ഈ പറഞ്ഞ പോലെ ദജ്ജാലിൽ നിന്നും അങ്ങനെ പലരിൽ നിന്നും പല അത്ഭുതങ്ങളും വേറെ രീതിയിലും ഉണ്ടാവും. ഇരിക്കട്ടെ. അപ്പൊ ഈ വെള്ളം
ഈ ശുദ്ധ വെള്ളം, കുടിക്കാൻ പറ്റുന്ന വെള്ളം എന്ന് പറയുന്നത് വലിയ അനുഗ്രഹമാണ്. അതുകൊണ്ട് വെള്ളം കുടിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, അല്ലാഹുവേ നിന്റെ കാരുണ്യം കൊണ്ട് നീ ഈ വെള്ളം ഞങ്ങൾക്ക് കുടിക്കാൻ പറ്റുന്ന യോഗ്യമായ നിലക്ക് നിലനിർത്തി തന്നല്ലോ. ഞങ്ങളുടെ തെറ്റുകുറ്റങ്ങൾ കാരണമായിട്ട് നീ ഇത് ഉപ്പുരസമാക്കി കളഞ്ഞില്ലല്ലോ, നിനക്ക് വലിയ സ്തുതിയുണ്ട് എന്ന് പറഞ്ഞ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹംദ് ചെയ്യാറുണ്ട്. നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. അതായത് ഒരാള് വെള്ളം കുടിച്ചാൽ പിന്നെ ആ കോപ്പ വലതു ഭാഗത്തേക്കാണ് കൊടുക്കേണ്ടത്. വഖദ് ശരിബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലബനൻ, നബി തങ്ങൾ ഒരിക്കൽ പാല് കുടിച്ചു. അബൂബക്കർ റളിയല്ലാഹു അൻഹു അൻ ശിമാലിഹി, സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു തങ്ങളുടെ ഇടത് ഭാഗത്തുണ്ട്. വഅറാബിയുൻ അൻ യമീനിഹി, തങ്ങളുടെ വലത് ഭാഗത്ത് ഒരു അറാബിയുണ്ട്. വഉമറു നാഹിയതഹു, ഉമർ റളിയല്ലാഹു അൻഹു വേറെ ഭാഗത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിനോട് പറഞ്ഞു, തങ്ങൾ കുടിച്ചതിന്റെ ശേഷം ആയത്തി അബൂബക്കറിൻ, അപ്പുറത്തെ അറാബിയാണുള്ളത്, പക്ഷെ അറാബി ഉള്ളത് വലത് ഭാഗത്താണ്, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉള്ളത് ഇടത് ഭാഗത്താണ്. പക്ഷെ ഇടത് ഭാഗത്താണെങ്കിലും അബൂബക്കർ സിദ്ദീഖിന് കൊടുക്കണം നബിയെ എന്ന് പറഞ്ഞപ്പോൾ അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫനാവലൽ അറാബിയ, അറാബിക്ക് തന്നെ കൊടുത്തു, കാരണം വലത് ഭാഗത്താണ് കൊടുക്കേണ്ടത്. വേറൊരു ഹദീസില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു പാനീയം കുടിച്ചപ്പോ വലത് ഭാഗത്ത് ഒരു ചെറിയ കുട്ടിയാണ് ഉണ്ടായത്, ഗുലാം. ഇടത് ഭാഗത്ത് സിദ്ദീഖ് റളിയല്ലാഹു പോലത്തെ വലിയ പ്രഗത്ഭരായ ആളുകളുണ്ട്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നീതി പാലിക്കുകയാണ്. നബി തങ്ങൾ ആ കുട്ടിയോട് ചോദിച്ചു, വലത് ഭാഗത്തുള്ള കുട്ടിയോട്, ഇത് അവകാശം എന്താണ്, അത് പറയണോ? അതാണ് ശരി, അവകാശം നിങ്ങൾക്കാണ്. നിക്കാഹിന് വന്ന് ആ നാട്ടിലുള്ള ആള്, പെണ്ണിന്റെ ഭാഗത്തുന്ന ആള്, നിങ്ങൾക്കാണ് അതിന്റെ അവകാശം. പക്ഷെ നമ്മൾ ഇവിടെ സയ്യിദുണ്ട്, കൊണ്ട് നിക്കാഹിക്കല്ലേ, ഓക്കെ, ഒന്നുമില്ല. അത് പരസ്പരം പറഞ്ഞ് ആലോചിച്ച് മുഷാവറ എന്തായി, സംതൃപ്തിയായി. അല്ലാതെ അതൊന്നും പറയാതെ ഒരു വലിയ, എത്ര വലിയ പ്രഗത്ഭനായ, എത്ര വലിയ സയ്യിദിനെ കൊണ്ടുവന്നാലും ശരി, ആരായാലും ശരി, ഇവരെ അവഗണിച്ചുകൊണ്ട് നേരത്തെ ഒന്നും പറയാതെ ആ സദസ്സം അങ്ങ് പ്രഖ്യാപിക്കുമ്പോ അഭിമാനം എന്ന് പറയുന്നത് എല്ലാ മനുഷ്യന്മാർക്കും ഉണ്ടാവും, എല്ലാവർക്കും ഉണ്ടാവും. ഞാൻ ഇങ്ങനെ പറയുന്ന കേട്ട് ചെയ്യുമെന്ന് അറിയില്ല. പിന്നെ ഈ ഇതുണ്ടല്ലോ, ഈ പ്രസവ ശുശ്രൂഷക്ക് വേണ്ടി നിൽക്കുന്ന പെണ്ണുങ്ങന്മാർ, അവരെന്ത് ഈ കുട്ടികളുടെ ഈ പിന്നെ തുണിക്കണ്ടെല്ലാം നടക്കുമല്ലോ. അപ്പൊ അത് അവരുടെ അവകാശം, അവരുടെ ഉത്തരവാദിത്തമാണ്. ഇപ്പൊ വേറെ ആരോ എടുത്ത് അലക്കി കളഞ്ഞിട്ട് അതിന് പ്രതിഷേധം ഉണ്ടായത്, കാരണം ഒരു ചെയ്യേണ്ട പണിയാണ്, വേറെ ആരും ചെയ്യാന്ന് ശരിയല്ലല്ലോ. ഇതെടുക്കുന്ന ആളുകൊണ്ട് കാര്യമില്ല. എല്ലാവർക്കും ഉണ്ട് അവകാശവും അഭിമാനബോധവും, എല്ലാ മനുഷ്യന്മാർക്കും ഉണ്ടാവുന്നുള്ള ബോധം നമുക്ക് വേണം. അതുകൊണ്ട് അത്തരം വേദികളിൽ ഒച്ചപ്പാടില്ലാതിരിക്കാനും അവിടെ കലഹമില്ലാതിരിക്കാനും എന്ത് വേണം, നേരത്തെ തന്നെ പറഞ്ഞിരിക്കണം. പിന്നെ സംഗതി നിങ്ങളാണ് ഇതിന്റെ ആളുകളെങ്കിലും അവിടെ ഒരു സയ്യിദുണ്ട്, അല്ലെങ്കിൽ ഞങ്ങളെ കിട്ടുന്ന പ്രിയാപ്പന്റെ ഉസ്താദ് ഉണ്ട്, അല്ലെങ്കിൽ ഞങ്ങളെ ബഹുമാനിക്കുന്ന ഒരാളുണ്ട്, അതുകൊണ്ട് അയാളെ നിക്കാഹ് ചെയ്യാം. എന്നിട്ട് അതിന് സമ്മതിക്കൂല, അത് ഞാൻ തന്നെ ചെയ്യുമെന്ന് പറയുന്നുണ്ടെങ്കിൽ അത് കുരുത്തക്കേടാണ്, അത് ചെയ്യാൻ പാടില്ല. അങ്ങനെ ഒരാളും അവിടെ പിന്നെ ഗ്രൂപ്പൊന്നും നോക്കാൻ പാടില്ല. ഒരു തങ്ങൾ പറ്റും, മറ്റേ തങ്ങൾ പറ്റൂല. തങ്ങളാണെങ്കിലും ഒക്കെ ഞാനങ്ങ് ഒഴിഞ്ഞു കൊടുക്കും, മറ്റേ തങ്ങളാണെങ്കിൽ ഞാൻ ഒഴിഞ്ഞു കൊടുക്കില്ല. അതൊന്നും ശരിയല്ല, അതൊരു ഇസ്ലാമല്ല. അതൊരു പണ്ഡിതൻ എന്ന നിലക്ക് ഒരു ഖതീബും ഒരു ഖാദിയും പറയുന്നത് പോയിട്ട് ഒരു സാമാന്യ മര്യാദയുള്ള ഒരു മുസ്ലിം പറയാൻ പാടില്ല. അങ്ങനെ അവിടെയൊക്കെ ഇതൊന്നും നോക്കാൻ പാടുണ്ടോ? സ്വാലിഹീങ്ങളും അതുപോലെ തങ്ങന്മാരും അതുപോലെ ഈ പുതിയാപ്പിളന്റെ ഉസ്താദായിട്ട് വന്ന ആളും, അത് പിന്നെ എന്ത് ഗ്രൂപ്പാ? ആ പുതിയാപ്പിളന്റെ ഉസ്താദ് എന്നുള്ളതിനാണ് അവിടെ അഡ്രസ്, അല്ലെങ്കിൽ ഒരു സയ്യിദ് എന്നുള്ളതാണ് അവിടെ അഡ്രസ്. അവിടെ പിന്നെ വേറെ ഗ്രൂപ്പൊന്നും ഇല്ല. അത് ഇന്നയാളാണെങ്കിൽ പറ്റും, ഇന്നയാളെ പറ്റൂല. അതൊന്നും ഒരിക്കലും ചെയ്യാൻ പാടില്ല. അതൊരിക്കലും നീതിയല്ല, അത് ഇസ്ലാമല്ല, ദീനല്ല, ന്യായവും അല്ല. ഒരിക്കലും അത് നമ്മുടെ നാട്ടു സമ്പ്രദായത്തിന് യോജിച്ചതും അല്ല. അന്ന് സാന്ദർഭികമായി ഞാൻ ഉണർത്തുകയാണ്. ഇപ്പൊ പറഞ്ഞത് എവിടെയും എന്തുണ്ട്, ആർക്കുമുള്ള അവകാശം വകവെച്ചു കൊടുക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ കുട്ടിയോട് ചോദിച്ചു എന്നാണ് ഹദീസ് പറഞ്ഞത്, സഹീഹ് ഹദീസാണ്. ആ തഗ്ദനുരി,
നബി ആരാ ചോദിക്കുന്നത്? ലോകത്തിന്റെ നേതാവ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങളിപ്പോ അതൊന്നും ചോദിക്കാതെ അപ്പുറത്ത് ഇടത് ഭാഗത്തുള്ള സഹാബികൾക്ക് പ്രായം ഉണ്ടാക്കി കൊടുത്താല് ആരെങ്കിലും എന്തെങ്കിലും പറയോ? ഒന്നും പറയില്ല, ആർക്കും ഒരു പ്രശ്നം ഉണ്ടാവില്ല, തങ്ങൾ ചെയ്തല്ലേ. പക്ഷേ അള്ളാഹുവിന്റെ റസൂല് എക്കാലത്തേക്കും എക്കാലത്തുള്ള ജനങ്ങൾക്കും ഇവിടെ സ്വഭാവം പഠിപ്പിച്ച നേതാവാണ്. അതുകൊണ്ട് തന്നെ അവിടുന്ന് മോനെ നീ സമ്മതിക്കോ, ഇവർക്ക് കൊടുക്കാൻ അവകാശം എനിക്കാണ്, വലതു ഭാഗത്താണ് തരേണ്ടത്, പക്ഷെ ഈ കുട്ടി ഇവർക്ക് കൊടുക്കാൻ സമ്മതിക്കോ, പ്രായമുള്ള ആളുണ്ടല്ലോ. അപ്പൊ ആ കുട്ടി എന്ത് പറഞ്ഞു? സംഗതി എനിക്ക് വലിയവരുടെ ബഹുമാനമൊക്കെ ഉണ്ട്, ആദരവെല്ലാം ഉണ്ട്, ഗുരുത്വം പൊരുത്തമെല്ലാം ഉണ്ട്, പക്ഷേ ഇത് ഞാൻ സമ്മതിക്കില്ല. കാരണം അവിടുന്ന് കുടിച്ച വെള്ളം, ആ വെള്ളം ബഖിയ്യത്ത്, അത് ഞാൻ വേറൊരാളെയും തിരഞ്ഞെടുക്കൂല, അതിന്റെ ബർക്കത്ത് എനിക്ക് തന്നെ വേണം. അതുകൊണ്ട് ഇത് ഞാൻ വേറെ ഞാൻ തരൂല. അങ്ങനെ എന്നാ ഹാത്തി കുടിച്ചോന്ന്, അങ്ങനെ ആ കുട്ടി എന്നെ കുടിച്ചു എന്നാണ് ഹദീസിൽ പറയുന്നത്. അതുകൊണ്ട് അതിനൊക്കെ എന്തുണ്ട്, കണക്കുണ്ട്, വലത് ഭാഗത്താണ് കൊടുക്കേണ്ടത് എന്ന് കിതാബിൽ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ എഴുതി വെക്കുകയാണ് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറയുന്നത്. നേരത്തെ പറഞ്ഞ 3 ശ്വാസത്തിലായിട്ട് കുടിക്കണം വെള്ളം. കുടി വളരെ ശ്രദ്ധിക്കേണ്ടതാണ്, ചിലപ്പോ ഹൃദയാഘാതം സംഭവിക്കും. അതുപോലെ എവിടെ നിന്നോ ഓടിക്കതച്ച് വന്ന് ഉടനെ തന്നെ വെള്ളം കുടിക്കാൻ പാടില്ല. ചിലപ്പോ അന്നേരം തന്നെ എന്ത് ചെയ്യോട്ടെ, ഹൃദയം തമ്പിച്ചു പോകാൻ സാധ്യതയുണ്ട്. വളരെ ശ്രദ്ധിക്കേണ്ട സംഗതിയാണ്. കതച്ച് തിരക്കും ബന്ധപ്പാടായിട്ട് ഓടിക്കതച്ച് വന്ന് ഉടനെ തന്നെ വെള്ളം കുടിക്കരുത്. ഇരിക്കട്ടെ, ഇങ്ങനെയുള്ള ആദാബുകളൊക്കെ വെള്ളം കുടിക്കുന്ന സമയത്ത് പാലിക്കണം. ഇനി പറയാണ് മൂന്നാമത്തെ പാർട്ട് ഭക്ഷണം കഴിച്ചതിന്റെ ശേഷം ഉള്ള മര്യാദകളാണ്. അതെന്താണ്? ആദ്യം പറയുന്നത് നമുക്കെല്ലാം പാലിക്കാൻ കുറച്ച് പ്രയാസമില്ല. നല്ലോണം വയറ് നിറയുന്നതിന് മുമ്പ് എന്ത് ചെയ്യാ, നിർത്തി കളയാ. ഇനിയും കുറച്ചുകൂടി കഴിക്കണം എന്ന് തോന്നുമ്പോൾ ഭക്ഷണം സ്റ്റോപ്പ് ചെയ്യുക. ഇത് നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യത്തിന് വളരെ ഉപകാരപ്രദമാണ്. രോഗമില്ലാതിരിക്കാൻ അത് കാരണമാകും, ഒരു സംശയമില്ല. അവന്റെ വിരല് നന്നായിട്ട് എന്ത് ചെയ്യണം, നക്കി തുടക്കണം. പിന്നെ അതിന്റെ ശേഷം ടിഷ്യൂ കൊണ്ടോ മറ്റോ തുടക്കണം. പിന്നെ കഴുകണം. ഭക്ഷണത്തിൽ നിന്ന് വീണ്ടുപോയ ചെറിയ കഷ്ണങ്ങളൊക്കെ അവഗണിച്ച് തള്ളാതെ അത് പൊരുത്തിയെടുക്കണം. മൻ അകല മാ യസ്ഖുതു മിനൽ മാഇദതി ആശ ഫീ സഅത്തിൻ വഉഫിയ ഫീ വലദിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ്. ഹദീസ് പിന്നെ സനദിന്റെ അടിസ്ഥാനത്തിൽ നോക്കിയാൽ ചിലപ്പോൾ ദുർബലതയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഏതായിരുന്നാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി ഹദീസിൽ ഉണ്ടെന്ന് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറയുമ്പോൾ അത് അംഗീകരിക്കേണ്ടതാണ്, നമ്മൾ ഉൾക്കൊള്ളേണ്ടതാണ്. മൻ അകല മാ യസ്ഖുതു മിനൽ മാഇദ, ഈ സുബ്രയിൽ നിന്ന് വീണു പോകുന്ന ഭക്ഷണത്തിന്റെ കഷ്ണങ്ങൾ ആരെങ്കിലും എടുത്തു തിന്നാൽ അവന് ജീവിതത്തിൽ വികാസവും അവന് ജീവിതത്തിൽ സമൃദ്ധിയും ഉണ്ടാകും. അല്ലെങ്കിൽ വലദിഹി, അവന്റെ സന്താനങ്ങളിലെല്ലാം അവന് ഖൈറായത് തന്നെ അവനിക്ക് അനുഭവിക്കാൻ കഴിയും. നമ്മളെ പോലെ പ്രത്യേകിച്ച് നമ്മളെ ഈ ചുറ്റുപാട് പ്രദേശങ്ങളിലൊക്കെ ഭക്ഷണം വേസ്റ്റ് ആക്കുന്ന മനുഷ്യന്മാർ വേറെ ഉണ്ടോ എന്ന് സംശയം. വല്ലാതെ ഭക്ഷണം വേസ്റ്റാക്കി കളയാ. ഞാൻ ഒരിക്കലേ വലിയൊരു വിഷയം കണ്ടു. ഇവിടുന്ന് നല്ല ദൂരെ തുർക്കി, അവിടെ ഭക്ഷണം കഴിച്ചാല് ആളുകള് എഴുന്നേറ്റ് പോകുമ്പോഴേക്ക് എന്ത് ചെയ്യും, ആ പാത്രങ്ങളൊക്കെ എടുക്കാൻ ആള് വരും.
ഓരോ പ്ലേറ്റിൽ നിന്നും അതുപോലെ കറിയുടെ ഭാഗത്തു നിന്നൊക്കെ ശരിക്കും അതെല്ലാം വടിച്ചെടുത്തിട്ട് അവർ ഉപയോഗിക്കും. കുറച്ച് വെള്ളം ഒഴിച്ചാൽ വൃത്തിയാകുന്ന വിധത്തില് കറിയും അതുപോലെ ഭക്ഷണത്തിന്റെ അവശിഷ്ടങ്ങളെല്ലാം തുടച്ച് വടിച്ചെടുത്തിട്ട് അവർ ഉപയോഗിക്കുന്നു. നേരിട്ട് കണ്ടതാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെയൊക്കെ ഭക്ഷണ പ്ലേറ്റിൽ പലപ്പോഴും ഭക്ഷണം ഒരു കേടുമില്ലാത്ത ഭക്ഷണം അവശേഷിക്കുകയും അത് കൊട്ടയിൽ കൊണ്ടുപോയി ചവറ്റ് കൊട്ടയിൽ കൊണ്ടുപോയി തള്ളുകയും ചെയ്യുന്ന വളരെ ദുഃഖകരമായ അവസ്ഥയുണ്ട്. അത് നമ്മൾ മാറ്റണം. നമ്മളെ കുട്ടികളെയും നന്നായി തുടച്ച് പഠിച്ചു തിന്നണം. എന്നിട്ട് എന്ത് ചെയ്യാ, കുട്ടികൾക്ക് ഒരു സമ്മാനം പ്ലേറ്റ് കാണിച്ചു. അവൻ ആദ്യം എന്ത് ചെയ്യണം, നമ്മള് കഴിച്ച പ്ലേറ്റ് കുഞ്ഞാൻ കാണിച്ചു കഴിഞ്ഞാണ്ടോ ഇതുപോലെ ആരാക്കി തരുന്ന ഒരു ഇത്ര പൈസ തരും. 5 രൂപ കൊടുത്തേ 5 രൂപ നോട്ട് കൊടുക്കണം. മറ്റേ കൊടുക്കരുത്, ചിലപ്പോ വായിലിട്ട് കിടക്കാറാവും അത് മുതുങ്ങിയിട്ട്. അപ്പൊ അങ്ങനെ എന്ത് ചെയ്യാൻ പ്രചോദനം എല്ലാ വിഷയത്തിലും. അപ്പൊ പിന്നെ എന്ത് ചെയ്യണം, കുട്ടികൾക്ക് ഇതൊരു നല്ല സ്വഭാവമാണ്, ഇതൊരു പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട സമ്മാനം വെക്കേണ്ട സംഗതിയാണ്. അത് വലിയൊരു വിഷയമാണ്. ഇത് സമ്മാനം കൊടുക്കുക എന്ന് പറയുന്നത്. ആ കാര്യത്തോട് വലിയ താല്പര്യം എല്ലാവർക്കും ഉണ്ടാവും. വലിയവർക്കും ഉണ്ടാവും, കുട്ടികൾക്കുണ്ടാവും. കുട്ടികൾക്ക് പ്രത്യേകിച്ചുണ്ടാവും. അപ്പൊ മോനെ നിങ്ങൾ ആരാ നിങ്ങളെ കൂട്ടുന്നത് ഇങ്ങനെ വൃത്തിയാക്കും. എല്ലാവരും മത്സരിച്ചിട്ട് എല്ലാവരും വൃത്തിയാക്കും. 4 കുട്ടികളുണ്ടെങ്കിൽ കയറി വന്നാൽ 20 രൂപ അല്ലെങ്കിൽ 10 രൂപ കൊടുത്ത് നോക്കാം. 40 രൂപ എല്ലാം ഉണ്ട്, വലിയ വിഷയമൊന്നുമല്ല. കുറെ കഴിഞ്ഞാൽ ആടെ കേട്ടിട്ട് നമുക്ക് എടുക്കുകയും ചെയ്യാം പൈസ. കുഞ്ഞുങ്ങളൊന്നും ചെയ്യൂല. ഞാനൊരു ഉദാഹരണം പറഞ്ഞ് ഞങ്ങൾ പൈസ കൊടുത്താൽ തിരക്കില്ല. എങ്ങനെയാണോ ആ ഒരു നല്ല സ്വഭാവം കുട്ടികളിൽ ശീലിക്കാൻ വേണ്ടി പ്രചോദനം കൊടുക്കാൻ കഴിയുക, അതിനുള്ള പ്രക്രിയ ചെയ്യാനാണ് പറഞ്ഞത്. ഇതില് കുട്ടികളൊക്കെ എന്ത് ചെയ്യണം, ഭക്ഷണം കഴിക്കും. പിന്നെ കുറെ ഇങ്ങനെ നിലത്ത് വേറുക, കുറെ പ്ലേറ്റിൽ ബാക്കിയാക്കുക, കുറെ കൈമിൽ ഇങ്ങനെ അടക്കെട്ടിട്ടുണ്ടാകുക. അതൊക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയും. മാറ്റിയെടുക്കാൻ കഴിയാത്ത ഒരു സംഗതിയില്ല. പക്ഷെ എന്ത് വേണം, അങ്ങനെ ആകാൻ പാടില്ല. പിന്നെ ഇതുപോലുള്ള ഹിക്മത്ത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇങ്ങനെ നമ്മളെ പ്ലേറ്റ് കാണിച്ചു കൊടുക്കണം ആദ്യം. അതാദ്യം നമ്മൾ റെഡിയാക്കണം. ഇതുപോലെ ആരാണ് നമ്മള് പ്ലേറ്റ് ആക്കാന്ന് വെച്ചാൽ എല്ലാവർക്കും കുട്ടിയൊക്കെ നല്ല ജിജ്ഞാസയായിരിക്കും അങ്ങനെ പ്ലേറ്റ് വൃത്തിയാക്കാൻ. അവശിഷ്ടങ്ങൾ എന്ത് ചെയ്യണം വെച്ചാല് വളരെ മോശമായത് എടുത്തു തിന്നണ്ട, അല്ലാത്തൊക്കെ നമ്മൾ എടുത്തു തിന്നണം. അതില് ബർക്കത്തുണ്ടാകും. ഇപ്പോഴത്തെ എന്തെല്ലാം പായാരങ്ങളെ ഒരുപാട് വിഷയങ്ങൾ പറയാനുണ്ട്. ഭക്ഷണമൊക്കെ അതിൻ്റെതായ സമയത്ത് കഴിക്കണം. ചില ആളുകളുണ്ട് ഇങ്ങനെ എല്ലാം ഡിസോർഡറായി. ചില സ്ത്രീകളുണ്ട്, അവരോടൊന്ന് പറഞ്ഞു കൊടുത്താൽ നല്ലതാ. ഒരു സംഗതിക്ക് ഇറങ്ങിയാല് പിന്നെ അത് തീർന്നിട്ടേ പിന്നെ വേറെ പോകുള്ളൂ. ഞാൻ അതാണ് വെക്കുക. നിന്റെ നാത്തര സമയമാകുമ്പോ നാശായി എന്നിട്ട് ബാക്കി പണിയെടുക്കുക. ചോറ് കഴിക്കേണ്ട സമയം ചോറ് കഴിക്കുക, എന്റെ ബാക്കി പണിയെടുക്കുക. രാത്രിയത്തെ ഭക്ഷണം കഴിയുന്നത് നേരത്തെ കഴിക്കുക. ഓരോന്നിനും ഓരോരോ കണക്കുണ്ട്. ഇപ്പൊ ഒരു വലിയ ദുരന്തമുണ്ട് നമ്മുടെ നാടുകളിലൊക്കെ. അത് പലപ്പോഴും കൂടുതൽ മൂർച്ഛിക്കുന്നത് ഈ ഗർഭവുമായി ബന്ധപ്പെട്ട പ്രസവവും ഗർഭവുമായിട്ട് ബന്ധപ്പെട്ട പരിപാടികൾക്കാണ്. ഗർഭക്കോപ്പ് അതുപോലെ തന്നെ പെറ്റണീക്കൽ, ഈ 2 പരിപാടിക്ക് ഒരുപാട് സാധനങ്ങൾ ഉണ്ടാവും. 40 ആളാ വരുന്ന നോക്കാം, എന്നാ 100 ആളെ ഭക്ഷണം ഉണ്ടാവും. എന്നിട്ടോ എല്ലാ സാധനങ്ങളും ഉണ്ടാക്കി വെച്ചിട്ട് യാ റബ്ബ് അതിങ്ങനെ എല്ലാരും വിശന്നിങ്ങനെ ഒത്തിരിക്കുക. ആരും കൊടുക്കാൻ പാടില്ല. കാരണം അവരിങ്ങ് വന്നാൽ അങ്ങനത്തെ അവരിങ്ങ് വരുന്നതിന് മുമ്പ് ചെയ്യാൻ പാടില്ല, തൊടാൻ പാടില്ല. എല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് ഉച്ചക്കത്തെ പരിപാടിയാണെങ്കിൽ 3 മണിക്ക് 3:30 മണിക്ക് കയറി വരിക. ഇതിനേക്കാൾ വലിയ ഹമാഖത്ത് ലോകത്ത് വേറെ ഏതാണ്? എന്തിനാണ്, എന്താവശ്യത്തിനാണ്? അത് കഴിഞ്ഞ് ഉടനെ വന്നോടെ. നമ്മളൊക്കെ വീട്ടിലൊക്കെ അങ്ങനെയാണ്, വേഗം വരും. ചിലപ്പം ഭക്ഷണം ആവൂല്ലോ വരാറുണ്ടാവാ. അങ്ങനെയല്ലേ വേണ്ടത്? ഇതൊരു എല്ലാവരും കാത്തു നിൽക്കട്ടെ. അങ്ങനെ അപ്പുറത്തുനിന്ന് ഓള് വന്ന് മറ്റേന്നോള് ഓലോട് പറയണോ ഇന്ന ടൈമിന് ഓണെങ്കിൽ എത്തിക്കോളാം. അയാളെ 100 രൂപ വരൂലേ ഓണെങ്കിൽ? ഇത് അപ്പുറത്തുനിന്ന് ഇതൊരു ഒരു ദീർഘവീക്ഷണവും ഇല്ലാതെ, വിഷയത്തെ കുറിച്ച് യാതൊരു ചിന്തയില്ലാതെ എന്ത് ചെയ്യാ, 3:30 മണിക്ക് വന്ന് കയറിയിട്ട് പിന്നെ എന്തായി ഉള്ള വിശപ്പെല്ലാം കഴിഞ്ഞ് പിന്നെ ഭക്ഷണത്തിലുള്ള ഒരു മടുപ്പ് വരും. അത് ഇങ്ങനെ കണ്ടുകുത്തിരിഞ്ഞ് ഇതുവരെ ഉണ്ടാക്കി അതിന്റെ മണം തീർത്തും എടുത്ത് അവസാനം ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ കുത്തിരിഞ്ഞാല് പിന്നെ ഭക്ഷണം വേണ്ടി വരില്ല.
ഇവര് ഭക്ഷണം കഴിച്ച് പോയതിനു ശേഷം 4-4:30 മണിയാവുന്നേ. ഇത് ഞാൻ വെറുതെ പറയുന്നതാണോ അല്ലയോ? പല സ്ഥലങ്ങളിലുള്ള സ്വഭാവമാണ് ഇത് മാറ്റണം. ഇത് മാറ്റാൻ വേറെ ആരെങ്കിലും വരണോ? നമ്മളെന്നെ ചെയ്താൽ പോരെ. 2 വീട്ടുകാരും ഒക്കെ നേരത്തെ തന്നെ വരണം. ഞങ്ങൾ ഭക്ഷണമൊക്കെ നേരത്തെ തന്നെ റെഡിയാക്കും, നേരത്തെ തന്നെ വരണം. ഒരു ലോറി നിൽക്കിച്ച് ഉടനെ ഒരു 1-1:30 മണിയാകുമ്പോഴത്തേക്ക് എത്തി ഓരോ ഭക്ഷണം കഴിച്ച് ഒരു 3-3:30 ആകുമ്പോഴത്തേക്ക് എല്ലാം കഴിഞ്ഞ് വരാക്ക് ലോറ് അസറൊന്നും കളാണ് നിൽക്കരിച്ചൂടെ? എന്തിനാണ് ഈ ഉണ്ടാക്കി വെച്ച ഭക്ഷണത്തെ ഇങ്ങനെ? ഇത് വലിയ മോശമല്ലേ? പിന്നെ വേറെ ഒന്നുണ്ട്, അതിനേക്കാളും മോശപ്പെട്ടൊരു പരിപാടി. ഈ പുതിയാപ്പിളിനെ ആദ്യത്തെ രാത്രി വിളിക്ക് പറഞ്ഞേക്കോലെ, ആ വിളിക്ക് പറഞ്ഞേക്കുമ്പോ എന്ത് ചെയ്യാ? പുതിയാപ്പിളക്ക് അവന്റെ പുരയിൽ നിന്ന് എന്ത് ചെയ്യാ? കുറെ ചങ്ങായിമാരൊക്കെ വിളിച്ചിട്ട് ഓല കൂടെ ഇരുത്തിയിട്ട് വയറ് നിറയെ ഭക്ഷണം കൊടുക്കാം. എന്നിട്ട് അപ്പുറത്ത് പറഞ്ഞേക്കാം, ഏത് ഭാര്യ വീട്ടിൽ തരക്കേടില്ല. ഭാര്യ വീട്ടിലുള്ളവരോട് ഇന്ന് പിന്നെ എനിക്ക് ഭക്ഷണം ഒന്നും വേണ്ട, ഭക്ഷണം കഴിച്ചിട്ടാ വരിക, എന്താ ഒരു ഗ്ലാസ് പാലോ അല്ല ഒരു ജ്യൂസ് എല്ലാം കൊടുത്താൽ മതി, ഓക്കെ, ഒരു കംപ്ലൈന്റും ഇല്ല, അങ്ങനെ വന്നോട്ടെ. അതേ സമയത്ത് വിളിയാണ്, അതിനാവശ്യമായ എല്ലാ സാധനവും ഉണ്ടാക്കിയിട്ടുണ്ട്. പുതിയാപ്പിള വരുന്നല്ലേ, പുതിയാപ്പിളിനെ ആദരിച്ചിട്ട് എന്ത് ചെയ്യും? ഇവരെ പിന്നെ കുടുംബത്തിലെ പുതിയാപ്പിളാറും ഇടവലക്കാരും അതുപോലെ മറ്റു കുടുംബത്തിലെ പ്രധാനപ്പെട്ട ഒഴിച്ചുകൂടാൻ പറ്റാത്ത ആളുകളും എല്ലാം കൂടി 10-100 ആളുണ്ട്. ഒരിക്കലും ഒരുപാട് ഭക്ഷണ വിഭവങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ചങ്ങായി പുതിയാപ്പിള എന്ത് ചെയ്യാ? ഓന്റെ പുരയെന്ന് ഓന്റെ ചങ്ങായിമാരുടെ കൂടെ ഇരുന്നിട്ട് നല്ലോണം വയറ് നിറച്ച് ഭക്ഷണം കഴിച്ച് വരിക. ഇതിന് എന്തെന്നാ പറയാ? ഇതിനെ സംബന്ധിച്ച് പറയാനുള്ള വാചകം നിഘണ്ടുവിൽ എന്താണ്? ഇതൊക്കെ വളരെ മോശമല്ലേ? ഇത് നമ്മൾ ചെയ്യാൻ പാടുണ്ടോ? അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യും? വളരെ ആലോചിച്ച് ചെയ്യണം. നമ്മൾ ചെയ്യുന്ന പണി എന്താണ് നമ്മൾ ആലോചിക്കണം. അതിനിടയ്ക്ക് വേറൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം. പെണ്ണുങ്ങന്മാർ കടങ്ങാറാവുമെന്ന് നമുക്കറിയില്ല. ഈ ഭക്ഷണം രുചികരമാക്കാണ്ട കുറെ സംഗതികൾ, അതിൽ പെട്ട ഒന്നാണ് ഈ മത്സ്യമൊക്കെ. പൊരിച്ച മത്സ്യം ഉണ്ടല്ലോ, അത് ഭക്ഷണം വിളമ്പാനോ ചോറ് വിളമ്പാൻ നോക്കുന്ന ആ സമയത്ത് തന്നെ പൊരിക്കുക. പല വീടുകളിലും സ്ത്രീകൾ ചെയ്യുന്ന, ഞാൻ കുറ്റപ്പെടുത്തുന്നതല്ല, അവർക്ക് ഇതിന്റെ കാര്യം ഒന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുത്ത പോലെ ഇതിലേക്ക് വരും. നേരത്തെ തന്നെ 11 മണിക്ക് തന്നെ എന്ത് ചെയ്യാം? മീൻ പൊരിച്ചാടോ. ഇത് അതിന്റെ പണി കഴിഞ്ഞല്ലോ. വേണമെങ്കിലും മുളകെല്ലാം പെരക്കിട്ടാണ് വെച്ചേക്കട്ടെ. ലാസ്റ്റ് എന്ത് ചെയ്യാ? ചോറ് വിളമ്പുന്ന സമയത്ത് മീൻ പൊരിക്കുക. ഞാൻ ഇത് വെറുതെ പറഞ്ഞത്, നിങ്ങൾ അങ്ങനെ ഒന്ന് കൂട്ടി നോക്കി, നല്ല ടേസ്റ്റ് ഉണ്ടാവും. അല്ലെങ്കിൽ ഞാൻ ഉണക്കി പോരണ്ട 10-11 മണിക്കൂർ പൊരിച്ച് വെച്ച മീൻ എടുത്ത് കഴിച്ചിട്ട് കാര്യം. ഒരു മീൻ പൊരിച്ച ഉണ്ട് എന്ന് പറയാനല്ലാതെ ഒരാസ്വാദനം ഉണ്ടാവില്ല. അതുകൊണ്ട് എല്ലാ സ്ത്രീകളോടും പറയാ, എന്തായിരുന്നാലും ഒരു കാര്യം പറയാ, ഇനി പിന്നെ മീൻ മുളകും പെരക്കിട്ടാണ് വെച്ചേക്ക്, ഒരിക്കലും ഞാൻ പൊരിക്കും ആ സമയത്ത് എന്ന് പറയാ. എന്റെ നമ്മൾ പൊരിക്കാന്ന് വെച്ചേക്ക് ഞാൻ പൊരിക്കും എന്ന് പറയും. അതുകൊണ്ട് എന്തായ അതെല്ലാം ചില ഹിക്മത്തുകൾ നമ്മൾ വേണ്ടാണ്ട് പിന്നെ കഷ്ടപ്പെടുന്ന സംഗതിയാണ്. കാരണം നല്ല വില കൊടുത്തിട്ട് മത്സ്യം വാങ്ങിക്കൊണ്ടുവരിക, എന്നിട്ട് അവസാനം അത് കഴിക്കുന്ന സമയത്ത് രുചിയില്ലാണ്ടായി പോകാന്ന് പറയുന്നത് ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് ഞാൻ സാന്ദർഭികമായി ഉണർത്തിയതാണ്. എല്ലാവരും അങ്ങനെ ചെയ്യൽ ഗുരുവൊന്നുമില്ല. ഒരിക്കൽ ചെയ്താൽ പിന്നെ നിങ്ങൾ വിടൂല. ഈ ഭക്ഷണം കഴിക്കുന്ന അസമയത്ത് പൊരിച്ച മീൻ കിട്ടിയാൽ നല്ല രുചി ഉണ്ടാവും. എന്തായാലും പൈസ കൊടുത്ത് വാങ്ങുന്നുണ്ട്, സാരം ചെലവാക്കുന്നില്ലേ? അവിടെ അങ്ങനെ ചെയ്താൽ നല്ലതായിരിക്കുമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അത് പരമാവധി ശ്രദ്ധിച്ചോളി. ഒന്ന് ചെയ്താൽ പിന്നെ നമ്മൾ അങ്ങനെ ആയിട്ടാ എന്താ? വേറെ പണിയൊന്നുമില്ലെങ്കിലും ചെയ്തു കൊടുത്താ എന്താ? وقال رسول الله صلى الله عليه وسلم في مهنة أهله أشرف الخلق صلى الله عليه وسلم തങ്ങളെക്കാളും വലിയാണെന്ന് ലോകത്ത് ആരും ഉണ്ടാവില്ല. നബി തങ്ങള് അവിടുത്തെ ഭാര്യമാർക്ക് വീട്ടിൽ ഹെൽപ്പ് ചെയ്തു കൊടുക്കുകയായിരുന്നു. വീട്ടു ജോലികളിൽ കൂറ് കൂടി കൊടുക്കും, ഹെൽപ്പ് ചെയ്ത് കൊടുക്കാറുണ്ടായിരുന്നു. അങ്ങനെ ചെയ്തു കൊടുത്താൽ വരുക. ഞാനിപ്പോ എന്റെ അടിക്കൽ ഞാൻ ഇതുവരെ പെണ്ണൊന്നായി പോകുന്നില്ല, ഒരു പ്രശ്നവും ഇല്ല. എന്താ ഇപ്പൊ എന്നാ പ്രശ്നമോ? ഒരു പ്രശ്നമില്ല. വേണ്ടി വന്നാൽ എല്ലാം ചെയ്യാൻ നമുക്ക് കഴിയണം. പല്ലെടുക്ക് കുത്തണം ഭക്ഷണം കഴിച്ചാൽ. പല്ല് കുത്തുക അത് പ്രത്യേകം സുന്നത്താണ്.
പല്ലിന്റെ ഇടയിൽ അവശേഷിക്കുന്ന ഭക്ഷണ സാധനം അത് നമ്മളെ കൂടെ ഉണ്ടാകുന്ന റഹ്മത്തിന്റെ മലക്കുകളും അതുപോലെ കൂടെ ഉണ്ടാകുന്ന മലക്കുകൾക്കും വളരെയധികം ശല്യമാണ് എന്ന് ഹദീസിൽ പറഞ്ഞിട്ടുണ്ട്. മനുഷ്യന്മാർക്ക് ശല്യം തോന്നുന്ന കാര്യത്തെ തൊട്ടൊക്കെ ആർക്കും ശല്യമുണ്ട്, മലക്കുകൾക്കും ശല്യമുണ്ട്. അതുകൊണ്ട് ആ മലക്കുകളെ ഒന്നും നമ്മൾ കണക്കിലെടുക്കണം. അതുകൊണ്ട് പല്ല് കുത്തുക, ബ്രഷ് ചെയ്യുക, ഇതൊക്കെ ചെയ്യണം. ഒറ്റ കാര്യം, അങ്ങനെ പല്ലെടുത്ത് കുത്തിയാൽ പല്ലെടുത്ത് കുത്തിയാല് ഒരു മര്യാദ ഉണ്ട്. പല്ലെടുത്ത് കുത്തിയിട്ട് എടുത്ത സാധനം എന്ത് ചെയ്യാൻ പാടില്ല, വിഴുങ്ങാൻ പാടില്ല. അതേ സമയത്ത് നാവ് കൊണ്ട് പല്ലിനിടയിൽ കുടുങ്ങിയ സാധനം നാവ് കൊണ്ട് തന്നെ വായയുടെ ഉള്ളിൽ നിന്ന് അന്തരീക്ഷത്തിൽ നിന്ന് എടുക്കുക, അത് വിഴുങ്ങുന്നുണ്ട്, കുഴപ്പമില്ല. അതേസമയത്ത് പല്ല് കുത്തിയെടുത്ത സാധനം വിഴുങ്ങാൻ പാടില്ല. അങ്ങനെ പല്ല് കുത്തി എന്ത് ചെയ്യണം, നമ്മുടെ പല്ലിന്റെ ആരോഗ്യത്തെ നമ്മൾ സംരക്ഷിക്കേണ്ടതുണ്ട്. പല്ല് എപ്പോഴും വൃത്തിയാക്കി സൂക്ഷിക്കാൻ നമ്മൾ ശ്രമിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പറഞ്ഞ ആദാബുകളൊക്കെ ജീവിതത്തിൽ പാലിക്കാൻ തൗഫീഖ് നൽകട്ടെ.